രാഹുൽ ഗാന്ധി കുറച്ചു നാളുകളായി ലക്ഷ്യമിടുന്നത് നേപ്പാളും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശും പാകിസ്ഥാനിലെല്ലാം നടന്ന കലാപമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അത് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വോട്ടുചോരി യാത്രയുമായി ബന്ധപ്പെട്ട്, വോട്ടുചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുകയാണ് ജൻസികളെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. കാരണം അറിയാലോ ഇപ്പോൾ നേപ്പാൾ പ്രശ്നം. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നേപ്പാളിൽ നടന്നതുപോലൊരു വിപ്ലവം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിന് ഇന്ത്യ ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ്, ലെനിനിസ്റ്റ്, മാർക്സിസ്റ്റ് പ്രധാനമന്ത്രി അല്ല എന്നുള്ളതാണ് ഉത്തരം. വായിച്ചു കളയാൻ നിങ്ങൾക്ക് പറ്റാത്ത അദൃശ്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഒരു ചെറു ചലനം പോലും ആ ഭാഗത്തേക്ക് ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കമ്പനിയും അമ്പെ പരാജയപ്പെട്ടു. ആ പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത് ജൻസിയുടെ സഹായം വേണമെന്ന്. എത്ര പരിതാപകരമായിട്ടുള്ള അവസ്ഥ! ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള നേപ്പാളിൻ്റെ ഒരു 20 ഇരട്ടിയോളം വലിപ്പമുള്ള, 25 ഇരട്ടിയോളം വലിപ്പമുള്ള, അല്ല 30 ഇരട്ടിയോളം വലിപ്പമുള്ള, അതിലും കൂടുതലുള്ള ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ നിന്നിട്ട് ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ ഒരു കൊച്ചു രാജ്യമായിട്ടുള്ള നേപ്പാളിനോട് ആവശ്യപ്പെടുക നിങ്ങളുടെ സഹായം വേണമെന്ന്. ഇപ്പോൾ റിവേഴ്സ് ഗിയറിലാണ് അദ്ദേഹം. പണ്ട് ഇദ്ദേഹം ബ്രൂക്ലിൻ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ഫിലാഡൽഫിയയിലും ഒക്കെ പോയിട്ട് വിഡ്ഢിത്തങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞത് അമേരിക്കയുടെ സഹായം വേണം, ബ്രിട്ടൻ്റെ സഹായം വേണം, യൂറോപ്പിൻ്റെ സഹായം വേണമെന്നൊക്കെയായിരുന്നു. അവരാരും സഹായിക്കാത്തത് കൊണ്ടും അതിനൊന്നും ജനപിന്തുണ കിട്ടാത്തത് കൊണ്ടും പറഞ്ഞത് വിഡ്ഢിത്തമായി പോയി എന്ന് തോന്നിയത് കൊണ്ടും നേരെ റിവേഴ്സ് ഗിയറിൽ ഇപ്പോൾ നേപ്പാളിൻ്റെ സഹായം ആവശ്യപ്പെട്ടിരിക്കുക. എനിക്ക് പത്രം പോലും നോക്കുന്നില്ല ഈ മനുഷ്യൻ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ ഈ സുഖലോലുപത തേടി മലേഷ്യയിലെ സുഖവാസ കേന്ദ്രങ്ങൾ, പട്ടായ, അങ്ങനെയുള്ള സുഖം തേടി പോകുമ്പോൾ അതിനുവേണ്ടി ഇയാളുടെ സമയം നശിപ്പിച്ച് കളയുകയാണ്. പത്രം വല്ലപ്പോഴും ഒന്ന് വായിച്ചുകൂടെ? നേപ്പാളിലെ ജൻസി എന്താ ആവശ്യപ്പെട്ടത്? തങ്ങൾക്ക് ശർമ്മ ഒലിയെപ്പോലൊരു പ്രധാനമന്ത്രി അല്ല വേണ്ടത്. മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ലെനിനിസ്റ്റ്, മാവോയിസ്റ്റ് ആയിട്ടുള്ള ശർമ്മ ഒലിയെപ്പോലുള്ള ഒരു പ്രധാനമന്ത്രി അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലെയുള്ള ഒരു പ്രധാനമന്ത്രിയെയാണ്. ലോകത്തിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്കും അങ്ങനെയാവാൻ കഴിഞ്ഞിട്ടില്ല. ഈ രാഹുൽ ഗാന്ധി പറയുന്നത് വളരെ ശരിയാണ്. ഇന്ത്യയിൽ ജൻസി പ്രക്ഷോഭം വേണം. അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് കോൺഗ്രസിനുള്ളിൽ ജൻസി പ്രക്ഷോഭം നടന്നാൽ മാത്രമേ ഈ കുടുംബാധിപത്യമുണ്ടല്ലോ, അച്ഛനും മക്കളും പരിവാരങ്ങളും ഭരണം നടത്തുന്ന നേപ്പാളിൽ അത്തരം അഴിമതി നടത്തുന്ന അത്തരം രീതിയാണല്ലോ നേപ്പാളിൽ ഉണ്ടായത്. അത് ഇന്ത്യയിൽ നടക്കുന്നില്ല, കോൺഗ്രസിനുള്ളിൽ നടക്കുന്നു. അപ്പോൾ കോൺഗ്രസിനുള്ളിലെ യുവാക്കൾ സംഘടിക്കണം. അവർ പുറത്തു വന്ന് ആ നെഹ്റു കുടുംബത്തിനെ ചവിട്ടി പുറത്താക്കണമല്ലേ. അങ്ങനെയാണല്ലോ ജ്യോതിരാദിത്യ സിന്ധ്യയൊക്കെ പോയത്. അവരെന്തിനു പുറത്തു പോകുന്നു? അങ്ങനെയാണ് പ്രക്ഷോഭം ഇതിനകത്ത് ആരംഭിക്കട്ടെ. അല്ല അവർക്ക് നിലനിൽപ്പില്ല. കാരണം കുറച്ച് ഈ ഓച്ഛാനിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ പാർട്ടി, ഉപജാപക സംഘത്തിൻ്റെ കൈകളിലാണ് ഈ പാർട്ടി, ഒരു കോക്കസിൻ്റെ കൈകളിലായി പാർട്ടി. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അവസരം കിട്ടിയത്. കാരണം അവരെല്ലാം ഇങ്ങനെ വാഴ്ത്തിപ്പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. വിമർശിക്കാൻ ഒറ്റയാളും തയ്യാറല്ല. വാഴ്ത്തൽ പാട്ടുകാരുടെ, മുഖസ്തുതിക്കാരുടെ ഒക്കെ മുഖസ്തുതി പറയുന്നവരുടെ സംഘമായിട്ട്, കേരളത്തിലെ പിണറായി വിജയനെ പോലെ, പിണറായി വിജയൻ്റെ ഉപജാപക സംഘത്തെപ്പോലെ ഒരു സംഘത്തിൻ്റെ കൈകളിലായി പോയി പാർട്ടി എന്നതുകൊണ്ടാണ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധി മുതിർന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ സ്ഥിതികൾ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറയുന്ന വിഡ്ഢിത്തങ്ങൾക്കും വായ്ത്താരികൾക്കും എല്ലാം ഈ ഉപജാപക സംഘം ഇങ്ങനെയൊന്നും സ്വാമിയേ ചരണമയ്യപ്പ എന്ന് സന്നിധാനത്ത് എന്ന് പറയുന്നത് പോലെ വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്, ചിന്തിക്കുന്നില്ല. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. എല്ലാ ഉദാഹരണങ്ങളിലേക്കും പോകാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഈ വിഡ്ഢിത്തം പറയില്ല, നേരെ നെഗറ്റീവായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് ജൻസിയുടെ സഹായം വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇയാൾക്ക് സ്വയം ശക്തിയില്ല. ഇന്ത്യ ജനങ്ങളിൽ ഒരു ചെറു ചലനം പോലും ഉണ്ടാക്കാൻ ശക്തിയില്ല. അങ്ങനെ സ്വയം ഒരു ആത്മശക്തി ഇല്ലാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു
സ്വന്തമായിട്ടൊരു സ്വയം പര്യാപ്തതയില്ലാതെ വരുമ്പോഴാണ് അന്യനാടുകളുടെ സഹായം തേടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ കഴിവുകേട്, താനൊരു കഴിവുകെട്ട നേതാവാണ് എന്നുള്ളത് ഉച്ചൈസ്തരം ഘോഷിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൻ്റെ പരാജയം, താനൊരു മണ്ടനാണെന്ന് അദ്ദേഹം സ്വയം സമ്മതിക്കുകയാണ്. സെൽഫ് ഗോൾ വീണ്ടും അടിച്ചിരിക്കുക. അതാ ചെയ്തിരിക്കുന്നത്. ജയപ്രകാശ് നാരായണൻ ഇങ്ങനെയായിരുന്നു, വിദേശ രാജ്യങ്ങളുടെ സഹായം തേടിയിരുന്നു. ശരിയാണ്, അദ്ദേഹം പറഞ്ഞു പട്ടാളങ്ങൾ അവരുടെ പണി ചെയ്യുന്നത് നിർത്തണമെന്ന് പറഞ്ഞു. അതിനാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ പിടിച്ചിട്ടത്. പക്ഷേ ഈ ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധി തോറ്റപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ ചെന്നിരുന്നു. അതാണ് ആ മനുഷ്യത്വം. ഈ മനുഷ്യത്വമില്ലാത്ത ഒരു കാട്ടുമൃഗമായിട്ട് മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. എങ്ങനെങ്കിലും മോദിയെ ബ്ലീഡ് ചെയ്യണം, ഇന്ത്യയെ ബ്ലീഡ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിൽ, അരാജകത്വം വിതയ്ക്കണം എന്നുള്ള ഗൂഢമായ ലക്ഷ്യത്തിൽ തന്നെയാണ് അയാൾ പോകുന്നത്. അങ്ങനെയെങ്കിലും ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ട്, തീയിട്ട് നശിപ്പിച്ചിട്ട് ഈ രാജ്യത്തെ, അതിൻ്റെ മറവിൽ കയറി മോദിക്ക് അത് പ്രതിസന്ധിയാവുമല്ലോ രാജ്യം ഇങ്ങനെ ആകുമ്പോൾ, കുട്ടിച്ചോറാകുമ്പോൾ. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കസേരയിൽ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസിനെ പോലെ കയറി അവരോധിതനാകാനുള്ള ഒരു ശ്രമമാണ്. സമരവീര, ശ്രീലങ്കയിലെ സമരവീര തെരഞ്ഞെടുപ്പിൽ കൂടി അല്ലല്ലോ വന്നത്, പിന്നെ തെരഞ്ഞെടുത്ത് ജയിച്ചു എന്നുള്ളത്. അതുപോലെ ഒരു അവസരം തേടുകയാണ്. തെരഞ്ഞെടുപ്പിലൂടെ തനിക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മണ്ടത്തരം വീണ്ടും പറഞ്ഞത്. ഇപ്പോൾ അലന്ത് എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ കോൺഗ്രസ്സാണ് ജയിച്ചത്. അവിടെ വോട്ട് ചോരി നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി രാജിവെക്കാൻ പറയണം. അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതല്ലേ മര്യാദയ്ക്ക് ചെയ്യേണ്ടത്. അതിന് ചുമ്മാതെ വിഡിത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. രാജിവെക്കുന്നത് എന്താണ്? ഒരു പരാതി എഴുതുന്നില്ലല്ലോ. ₹1 പേപ്പർ ഒരു ഒപ്പിട്ടൊരു പരാതി കൊടുക്കുന്നില്ല. അതിന് ജനങ്ങളുടെ ഒപ്പ് വാങ്ങിക്കുക, സൂത്രപ്പണി നോക്കിക്കണം. കാരണം ഇയാൾ ഒപ്പിട്ട് കൊടുത്താൽ ഇയാളുടെ നടപടി ഉണ്ടാവും. അപ്പോൾ ജനങ്ങളുടെ പേരാകുമ്പോൾ ഇത്രയും പേരുടെ പേരിൽ നടപടി എടുക്കാൻ പറ്റില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി എഴുതി ഒപ്പിട്ടുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു അതൊരു കള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പോലെ രാജ്യത്തില്ലാത്ത ആളുകളുടെ പേരൊക്കെ വെച്ച് ഒപ്പിടും. അതാരെങ്കിലും പരിശോധിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു രേഖയുണ്ട്. ഭീമ ഹർജി കൊടുത്ത് ഇതിനകത്ത് 30 കോടി ജനങ്ങൾ ഒപ്പിട്ടു. ആദ്യം അസീം മുനീർ. അതെ, അസീം മുനീറിനെ പാകിസ്ഥാൻകാരെ കൊണ്ട് ഒപ്പിടിപ്പിക്കും, ചൈനക്കാരെ കൊണ്ട് ഒപ്പിടിപ്പിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട്, രാജ്യദ്രോഹികളെ കൊണ്ടെല്ലാം വേണമെങ്കിൽ ഇടയ്ക്ക് മലേഷ്യയിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു 5 ഒപ്പിക്കാം. അതാണ്. അത് വേസ്റ്റ് പേപ്പറിൽ കിടക്കുന്ന ഈ കടലാസിൻ്റെ വില പോലും അതിനില്ല. ഇയാൾ എഴുതിക്കൊണ്ട് പോകുന്ന പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ അതിന് അവകാശം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ചുമ്മാ പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട. താൻ പറഞ്ഞത് 100% ബോധ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം സത്യം ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ പ്രതിപക്ഷ നേതാവാണ്, എനിക്ക് പല ജോലികളുമുണ്ട്. അതിനിപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു ന്യായീകരണം കേൾക്കണം. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ആരോപണങ്ങളൊക്കെ കേട്ടുകൊള്ളണം. എന്ത് മഹാവിഡിതമാണ്! ഭരണഘടനാ സ്ഥാപനങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാമെന്നാണ് പറയുന്നത്. ഭരണഘടനാ സ്ഥാപനം പറയുന്നതാണ് ഇങ്ങനെ ആരോപണമുണ്ടെങ്കിൽ അത് ഒപ്പിട്ട് സത്യവാങ്മൂലമായിട്ട് ഉത്തരവാദിത്വത്തോടെ ഒപ്പിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ 150 കോടി ജനങ്ങളും ഇങ്ങനെ പരാതിയുണ്ടെന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമോ? ഇപ്പം തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ദുർഗമമായ പ്രദേശങ്ങളിലെ ആളെ അയച്ച് തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ SIR എന്ന് പറയുന്നത് തന്നെ ഒരു ഭാരിച്ച പണിയാണ്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നാളാം പ്രതി ഓരോ പരാതി എഴുതി കൊടുത്ത് ഉത്തരവാദിത്തം അവിടെ ചെന്ന് തെരുവുകളിൽ കിടന്ന് വിളിച്ചു പറഞ്ഞാൽ അത് ഏറ്റെടുക്കേണ്ട ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമുള്ള ആളല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടന അങ്ങനെ പറയുന്നുമില്ല. ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തട്ടെ. എന്ത് ബാധ്യതയാണ് രാഹുൽ ഗാന്ധി അവിടെ ഒരു പ്രസൻറ്റേഷൻ നടത്തി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥ എന്നാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് പറയേണ്ട പാർലമെൻറ്റിലാണ്. അതിന് ഉത്തരം പറയേണ്ടത് പാർലമെൻറ്റിൻ്റെ നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. അതവിടെ തീർന്നു പ്രശ്നം. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ, രാഷ്ട്രീയമില്ലാത്ത സ്ഥാപനങ്ങളെ വലിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരതിന് മറുപടി പറയാറില്ല, പറയേണ്ട കാര്യവുമില്ല. അതാണ് ശരിയായിട്ടുള്ള ഭരണഘടനാ പ്രവർത്തനം, കീഴ്വഴക്കം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.